ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ സ്ഥലമാണിത്. ഞങ്ങൾ മേടിച്ച സ്ഥലമാണ്. ഇനി ഇവിടെ വീടൊക്കെ വെക്കണം. ഇവിടെ കിളയ്ക്കാൻ വന്നതാണ്. അമ്മയാണിത്. ചെറുക്കൻ ഇവിടെ നിൽപ്പുണ്ട്. ഇത് തെങ്ങ് കയറി വരുമ്പോൾ തെങ്ങാണ്. ഈയിടെ കുറേ തേങ്ങ ഇട്ട് ഇവിടുന്ന്. ചക്ക ഒത്തിരി ഉണ്ടല്ലോ അമ്മ. കുറേ ചക്കയുണ്ട്. കുറേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു. മേടിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായതേ ഉള്ളൂ. പുളിയുണ്ട്. പുളിയാണിത്. ഞങ്ങൾ കുറേ പുളി ഇവിടുന്ന് ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടും. ഒത്തിരി താഴെ ഇപ്പം കുറേ വീഴാറുണ്ട്. കുറേ ഞങ്ങളിന്ന് പെറുക്കി വീട്ടിൽ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ കപ്പ അച്ഛനാണെങ്കിൽ ചേട്ടൻ പോയപ്പോൾ വാഴയുണ്ട്. ചേട്ടൻ പോയപ്പോൾ അച്ഛൻ പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി. പുളി കിട്ടിയതേണ്ടേ പുളിയാണ്. ഇത് കണ്ടോ, കുറേ കപ്പ. ആദ്യത്തെ കപ്പയെല്ലാം പറിച്ച് കഴിഞ്ഞ് രണ്ടാമത് നട്ടതാണിതെല്ലാം. അപ്പോൾ ഇവിടെ അമ്മ കുറച്ച് പരിപാടിയുണ്ട്. ഇത് കാച്ചിലാന്ന് തോന്നല്ലേ? ഇതെന്തുവാ കാച്ചിലോ? ആണോ? അങ്ങനെ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഒത്തിരി തേങ്ങ കിട്ടും എല്ലാ പ്രാവശ്യം. ഒത്തിരി തേങ്ങ. ഇത് വലിയൊരു തെങ്ങാണ്. മരമുണ്ട്. മരം. അമ്മ എന്തെടുക്കുവാണ്? എന്തെടുക്കും അമ്മ? വെട്ടുകത്തി എടുക്കാൻ മറന്നുപോയി ഞങ്ങൾ. അവിടെ ഒരു കിണറുണ്ട്. ഈ കിണർ ഇത് അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങളുടെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. കണ്ട, ഒത്തിരി വെള്ളമുണ്ട്. ഇനി ഇവിടെ വീടൊക്കെ വെച്ചിട്ട് വേണം ഇത് സെറ്റാക്കി എടുക്കാൻ. ഇത് കണ്ട്, ഇത് മൊത്തം വാഴ. ഇവിടെ എല്ലാം പുല്ല് കയറി അങ്ങ് ഇതായി. ഇത് കണ്ടോ? ഇതാണ് റോഡ് സൈഡിലാണ് നമ്മുടെ വസ്തു ഉള്ളത്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇനി അങ്ങോട്ടുണ്ട് ആ സൈഡിലോട്ട് എല്ല് ഷേപ്പ് പോലാണ്. ഇത് ഇവിടെ അമ്മയവന് നിൽപ്പുണ്ട്. ഇവിടെ വഴിയെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം അടുത്തടുത്ത് വീടുകളും ഉണ്ട്. ഇത് എന്ത് വള്ളി? ഇത് ഇത് കാച്ചിലിന്റെ വള്ളി താന്ന് കിടന്ന അമ്മ. അത് തന്നെ. ഇതങ്ങോട്ട് ആ മരത്തിലോട്ട് കയറ്റി ഇടാൻ തോന്നുന്നു. പാക്കിൻ്റെ മരമാണെന്ന് തോന്നുന്നു. പാക്ക്. നിങ്ങളെ വേറൊരു സാധനം, ഒരു പഴം കാണിച്ചു തരാം. ഒരു ഫ്രൂട്ട്സ്. ഇത് കണ്ടോ? പറിക്കല്ലേ, എടുക്കല്ലേ. ഇത് കണ്ടോ? ഇത് ചേട്ടൻ ഇവിടെ കുറേ മേടിച്ച സമയത്ത് ഒരുപാട് മരങ്ങൾ ഇവിടെ നട്ടായിരുന്നു. അപ്പം ഇതൊക്കെ കിളുത്ത്. ഇത് കണ്ടോ? ഈ മരം ഇതെന്തുവാ? സപ്പോട്ടയൊക്കെയാണോ? ഇത് മറ്റേ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേര് ഞാൻ മറന്നു. അത് ഒത്തിരി ഉണ്ടായിരുന്നു. ആരോ അന്ന് പറിച്ചു കുറച്ച്. ഇതിപ്പം 3 ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 3 ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ഉള്ളു ഇവിടെ. അതുകൊണ്ടേ ഇത് മാവാണ്. ഇതിനൊക്കെ ഒരു പേരുണ്ട്. എനിക്ക് നല്ല മറന്നുപോയി. തെങ്ങാണ് ഇവിടെ കൂടുതൽ. തെങ്ങും വാഴ. തേണ്ടൊരെണ്ണം. തേൻ്റെ ഇവിടെ ഒരു പുളി കിടപ്പുണ്ട്. തേണ്ട ഒരു പുളി. അത് കൊള്ളത്തിലാണ്. രാവിലെ അച്ഛൻ കുറച്ച് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കിടപ്പുണ്ട്. അമ്മ ഇവിടെ കിളയ്ക്കുന്നുണ്ട്. ഏതാണ്ട് നടാനെങ്ങാണ്ടെന്ന് തോന്നുന്നു. ഒരു കിഴങ്ങിൻ്റെ എന്ത് നടാനാ? കാച്ചിൽ. വീഡിയോ ആവാണ് കയറി വരുന്ന. ഇതാണ് റോഡ് സൈഡാണ്. ചക്ക. ഇതേണ്ട ഒരു ചക്ക നീളമുള്ള കൂഴച്ചക്ക, വരിക്കച്ചക്കയാന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല പൊക്കത്തിൽ കിടക്കുക. ഇടാൻ ആരുമില്ല തോന്നുന്നു. അപ്പുറത്തൊക്കെ വീടുണ്ട്. ഇവിടെ മഞ്ഞൾ കൃഷിയായിരുന്നു. മഞ്ഞളും പിന്നെ ഇഞ്ചി വരുന്നത് ഇവിടെ നിന്നത്. അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങളതൊക്കെ എടുത്ത് മഞ്ഞളും ഇഞ്ചിയെല്ലാം എടുത്തായിരുന്നു.
പിന്നെ കപ്പയെല്ലാം പറിച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കൃഷിയാണിത്. ഈ കാണുന്ന കപ്പ തണ്ട് കണ്ടോ, കപ്പയെല്ലാം കുറേ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് മാറിയുണ്ട്, അങ്ങോട്ട് കാടായതിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ എല്ലാം ഉണ്ട്. നല്ല വൃത്തിയായിരുന്നു ഇവിടെ എല്ലാം, പക്ഷേ മഴ പെയ്തപ്പോൾ എല്ലാം കാടായിപ്പോയതാണ്. കുഞ്ഞു തെങ്ങാണ്, തട ഇട്ടിട്ടുണ്ട്. ഭയങ്കര കൊതുക് ഇവിടെ, മഴ ആയതുകൊണ്ട് ഭയങ്കര കൊതുക് ഇവിടെ, നിൽക്കാൻ പറ്റത്തില്ല. കിണർ നോക്കുവാണ്, കിണറ്റിൽ നിന്ന് വെള്ളം കിടക്കുവാണ്. ഓ കലങ്ങി കിടക്കുവാ ഇത്, വെള്ള കളർ. ഇതിനകത്തു നിന്നാണ് ഇവിടുത്തെ കൃഷിക്കൊക്കെ വെള്ളം എടുക്കുന്നത്. അമ്മ കോരുവാണ്. ഇവനൊന്നും സമ്മതിക്കത്തില്ല, ഇവൻ ഭയങ്കര മേടായതിൻ്റെ പേര് എങ്ങും കൊണ്ടുപോകാനും പറ്റത്തില്ല, ഒത്തിരി നേരം ഇവിടെ നിൽക്കാനും പറ്റത്തില്ല. വെള്ളം കൈ കഴുകുക. നല്ല തണുത്ത വെള്ളമാണ്, പക്ഷെ കളറ് ഇതുണ്ടോ, കളറ് നല്ല അഴുക്ക വെള്ളം പോലാണ്, പക്ഷെ നല്ല തണുപ്പാണ്. മഴയ്ക്ക് മുന്നേ വീട്ടിൽ പോകണം, മഴക്കാറുണ്ട്. കിടക്കുന്നുണ്ട്, ഒരു പുളി കിടക്കുന്നത്, ഒരു പുളി കിടപ്പുണ്ട്, ഒരു പുളിയുണ്ട്. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഉണക്കുവാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ പുളിക്ക് ക്ഷാമമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ടാറ്റ.